ഫ്രണ്ട്സ്, മോസ്റ്റ് കോമൺ ഫ്രേസസിൻ്റെ പാർട്ട് 9th ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം പഠിച്ചു വെക്കേണ്ടത് നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പ്രയോഗങ്ങളും ഇംഗ്ലീഷ് സെൻറ്റൻസുകളുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സീരീസിലെല്ലാം ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന ശൈലികളും ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ചുറ്റുപാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് പാർട്ട് 9th കടക്കാം. ഇൻ ദിസ് വീഡിയോ firstly we are gonna discussing how to ask name in different ways. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വിവിധ രീതിയിൽ മറ്റുള്ളൊരു വ്യക്തിയോട് നമുക്ക് പേര് ആവശ്യപ്പെടുന്ന 4 ക്വസ്റ്റ്യൻ സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം പ്ലീസ്, നിങ്ങളുടെ പേരെന്താണ് എന്നുള്ള ഫോമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊന്ന് നമുക്ക് നോക്കാം. ഹായ് ഐ ആം എന്ന് പറഞ്ഞിട്ട് നമുക്ക് യുവർ നെയിം എന്നുള്ള ഭാഗത്ത് നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം. ശേഷം ആൻഡ് യു, നിങ്ങളതോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഹായ് ഐ ആം രാജു ആൻഡ് യു, നിങ്ങളുടെ പേരെന്താണ്? ഞാൻ രാജു ആണ്, നിങ്ങളുടെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസിൽ ആദ്യം നമ്മൾ അയാളെ പരിചയമുണ്ട്, എന്നാൽ നമ്മൾ പേര് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സോറി ആദ്യം പറയും, ഒരു ക്ഷമാപണം ആദ്യം പറഞ്ഞിട്ട് അവർ പേരെന്തായിരുന്നു എന്ന് ചോദിക്കാം. ഐ എം സോറി, വാട്ട് വാസ് യുവർ നെയിം അഗെയിൻ? ഓ ക്ഷമിക്കണം, നിങ്ങളെ പേരെന്തായിരുന്നു? മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഐ ആം ഹബീബ്, യുവർ ഗുഡ് നെയിം പ്ലീസ്. ഞാൻ ഹബീബാണ്, നിങ്ങളെ പേരെന്താ? അങ്ങനെ നമുക്ക് ചോദിക്കാം. ഇതൊക്കെ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നെക്സ്റ്റ് വിച്ച് പാർട്ട് ഓഫ് കേരള ആർ യു ഫ്രം, നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? വിച്ച് പാർട്ട് ഓഫ് കേരള ആർ യു ഫ്രം. നെക്സ്റ്റ് ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയുന്ന വിവിധ ഒരു 4 രീതികളാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൗ ആർ യു എന്നാണ്. അത് ഒന്നുകൂടെ വ്യത്യസ്തമായിട്ട് ഹൗ ആർ യു ഡൂയിങ്, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട്സ്ആപ്പ്, അല്ലെങ്കിൽ ഹൗസ് ഗോയിങ്, വാട്ട്സ് ന്യൂ. ഇതിനൊക്കെ അർത്ഥങ്ങൾ ഏകദേശം സെയിം തന്നെയാണ്. എന്തൊക്കെയാണ് വിശേഷം, സുഖമാണോ, ഇങ്ങനെ പോകുന്നു, ഇതൊക്കെയാണ് പുതിയത്, ആ ഒരു രീതിയാണ് അവിടെ. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഈ ഒരു രീതി ഏത് യൂസ് ചെയ്യാം. അപ്പോൾ ഹൗ ആർ യു ഡൂയിങ്, വാട്ട്സ്ആപ്പ്, ഹൗസ് ഗോയിങ്, വാട്ട്സ് ന്യൂ. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് ഡു യു നൗ ദ ഡയറക്ഷൻ ടു ടൗൺ, നിങ്ങൾക്ക് ടൗണിലേക്കുള്ള വഴി അറിയോ? ഡു യു നൗ ദ ഡയറക്ഷൻ ടു ടൗൺ. അല്ലെങ്കിൽ മറ്റൊരു രീതി ചോദിക്കാം, ഡു യു നൗ ദ ഡയറക്ഷൻ ടു നിയറസ്റ്റ് ബാങ്ക്, ഡു യു നൗ ദ ഡയറക്ഷൻ ടു ബസ് സ്റ്റാൻഡ്. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഹൗ ക്യാൻ ഐ റീച്ച് ദ സിറ്റി ഫ്രം ഹിയർ, ഹൗ ക്യാൻ ഐ റീച്ച് ദ സിറ്റി ഫ്രം ഹിയർ, എനിക്ക് എങ്ങനെയാണ് ഇവിടുന്ന് ആ സിറ്റിയിലേക്ക് എത്താൻ കഴിയും? ഓക്കെ, അവിടെ നമുക്ക് എങ്ങനെയാണ് എത്താൻ കഴിയും നമ്മൾ ചോദിക്കുകയാണ്. ഹൗ ക്യാൻ ഐ റീച്ച് ദ സിറ്റി ഫ്രം ഹിയർ, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് സിറ്റിയിലേക്ക് എത്താൻ കഴിയും? നെക്സ്റ്റ് സെൻറ്റൻസ് ആർ യു മിസ്റ്റർ ജാക്ക്, നിങ്ങൾ ജാക്കാണോ? അപ്പോൾ ഇവിടെ നമ്മൾ മുൻകൂട്ടി ഒരു പരിചയമുള്ള ആളാണ്, പക്ഷെ നമുക്ക് ഡൗട്ടാണ് ഇത് അയാൾ തന്നെയാണോ എന്നുള്ളത്. നമുക്ക് ചോദിക്കുകയാണ് ആർ യു മിസ്റ്റർ ജാക്ക്, നിങ്ങൾ ജാക്കാണോ? ആർ യു മിസ്റ്റർ രാജു, നിങ്ങൾ രാജു ആണോ? ഓക്കെ, നെക്സ്റ്റ് ഈസിൻറ്റ് യുവർ നെയിം റോസ്, ഈസിൻറ്റ് യുവർ നെയിം റോസ്, നിങ്ങളെ പേര് റോസ് എന്നല്ലേ? ഈസിൻറ്റ് യുവർ നെയിം റോസ്, നിങ്ങളെ പേര് റോസ് എന്നല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പ് വരുത്തുകയാണ് അല്ലേ നിങ്ങളുടെ പേര് റോസ് തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഐ തിങ്ക് ഇറ്റ് മേ റെയിൻ ടുഡേ, ഐ തിങ്ക് ഇറ്റ് മേ റെയിൻ ടുഡേ, എനിക്ക് തോന്നുന്നു ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. ഇറ്റ് മേ റെയിൻ ടുഡേ. ഐ ഡോണ്ട് തിങ്ക് സോ, ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്കങ്ങനെ തോന്നുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് ക്യാൻ യു മൂവ് എ ലിറ്റിൽ പ്ലീസ്, ക്യാൻ യു മൂവ് എ ലിറ്റിൽ പ്ലീസ്, ദയവ് ചെയ്ത് കുറച്ചും കൂടി നീങ്ങിയിരിക്കുമോ? ക്യാൻ യു മൂവ് എ ലിറ്റിൽ പ്ലീസ്. അപ്പോൾ നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല, കുറച്ചും കൂടി നീങ്ങിയിരിക്കാൻ പറയാണ്. ക്യാൻ യു മൂവ് എ ലിറ്റിൽ പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് കുഡ് യു ക്ലോസ് ദി ഡോർ പ്ലീസ്, കുഡ് യു ക്ലോസ് ദി ഡോർ പ്ലീസ്, നിങ്ങൾ ഡോറ് നടക്കുമോ, നിങ്ങൾ ദയവ് ചെയ്ത ഡോറ് നടക്കുമോ? അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ പൊളൈറ്റായിട്ട് ചോദിക്കുന്ന രീതിയാണ്. നെക്സ്റ്റ് വുഡ് യു മൈൻഡ് മീ സിറ്റിംഗ് ഹിയർ, വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് വിരോധമുണ്ടോ?
വുഡ് യു മൈൻഡ് മീ സിറ്റിംഗ് ഹിയർ, ഞാനിവിടെ ഇരിക്കുന്നതിൽ നിനക്ക് നീ വിരോധമുണ്ടോ, നീ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയാണ് വുഡ് യു മൈൻഡ് മീ സിറ്റിംഗ് ഹിയർ. നെക്സ്റ്റ്, വൈ ഡോണ്ട് ആസ്ക് ഹിം ഡയറക്ട്ലി, എന്തുകൊണ്ട് അവനോട് നേരിട്ട് ചോദിക്കുന്നില്ല, അവനോടെന്താ നേരിട്ട് ചോദിക്കാത്തത്? വൈ ഡോണ്ട് ആസ്ക്, എന്തുകൊണ്ടാ ചോദിക്കാത്ത ഹിം ഡയറക്ട്ലി, അവനോട് നേരിട്ട്. വൈ ഡോണ്ട് ആസ്ക് ഹിം ഡയറക്ട്ലി. ഓക്കെ, നെക്സ്റ്റ്, കാണ്ട് യു ഹിയർ മീ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? കാണ്ട് യു ഹിയർ മീ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ കേൾക്കുന്നില്ലേ? ഓക്കെ, എന്നൊരു രീതിയിലുള്ള മീനിങ് ആണ് വരും. നെക്സ്റ്റ്, ഐ എം ഷുവർ ദാറ്റ് ഷീ വിൽ കം ടു ദ മീറ്റിംഗ്. അവൾ മീറ്റിങ്ങിലേക്ക് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഐ എം ഷുവർ. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എന്നാൽ എനിക്ക് കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. ഐ ആം നോട്ട് ഷുവർ, എനിക്ക് വല്ല ഉറപ്പൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്, സംടൈംസ് ഹി മേ കം. ചിലപ്പോൾ അവൻ വന്നേക്കാം. ആൻഡ് സംടൈം ഹി മേ നോട്ട് കം, ചിലപ്പോൾ അവന് വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നമുക്കത് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭം, നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിപ്പോൾ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ്. ഇതപ്പോൾ കഴിയും, കുറഞ്ഞ സമയം, ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് വോണ്ട് ടേക്ക് എ ലോങ് എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ സമയമൊന്നും എടുക്കില്ല. അതായത് മുകളിൽ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടച്ചുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ്. ഇറ്റ് വോണ്ട് ടേക്ക്, ഇത് എടുക്കില്ല, എ ലോങ്, കൂടുതൽ സമയമൊന്നും. അപ്പം ഇറ്റ് വോണ്ട് ടേക്ക് എ ലോങ്, ഇത് കൂടുതൽ സമയമൊന്നും എടുക്കില്ല. നെക്സ്റ്റ്, ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. ഞാൻ അത്തരത്തിലൊരു വ്യക്തിയല്ല, ഞാൻ അത്തരക്കാരനല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. ഓക്കെ, നെക്സ്റ്റ്, മേ ബി യു ആർ മിസ്റ്റേക്കൺ. ഒരു പക്ഷേ നിനക്ക് തെറ്റ് സംഭവിച്ചതാവാം. മേ ബി യു ആർ മിസ്റ്റേക്കൺ, ഒരു പക്ഷേ നിനക്ക് തെറ്റ് സംഭവിച്ചതാവാം. നെക്സ്റ്റ്, മേ ബി യു മിസ്അണ്ടർസ്റ്റുഡ് ഹിം. ഒരു പക്ഷേ നീ അവനെ തെറ്റിദ്ധരിച്ചതാവാം. മേ ബി യു മിസ്അണ്ടർസ്റ്റുഡ് ഹിം, ഒരു പക്ഷേ നീ അവനെ തെറ്റിദ്ധരിച്ചതാവാം. ഓക്കെ, മേ ബി യു ആർ റൈറ്റ്. ഒരു പക്ഷേ നീ പറഞ്ഞതാകും ശരി. മേ ബി യു ആർ റൈറ്റ്, ഒരു പക്ഷേ നീ പറഞ്ഞതാകും ശരി, ഒരു പക്ഷേ നിൻ്റെ ഭാഗത്താകാം ശരി. നെക്സ്റ്റ്, ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. ഞാൻ ഈ പറഞ്ഞോട് യോജിക്കുന്നില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനോട് നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് അഗ്രി വിത്ത് യു, ഞാൻ ഈ പറഞ്ഞോട് യോജിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ഐ വോണ്ട് ബി ആബിൾ ടു കോൾ യു ടുഡേ. ഇന്നെനിക്ക് നിന്നെ വിളിക്കാൻ സാധിക്കില്ല, ഇന്നെനിക്ക് വിളിക്കാൻ കഴിയില്ല. ഐ വോണ്ട് ബി ആബിൾ. ഓക്കെ, നെക്സ്റ്റ്, ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്. നിനക്ക് ഉറപ്പുണ്ടോ? അബൌട്ട് ദാറ്റ്, അതിനെക്കുറിച്ച് നിനക്ക് ഉറപ്പാണോ? നെക്സ്റ്റ്, ആർ യു കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ സക്സീഡ് ഇൻ ദിസ് ബിസിനസ്. നിനക്ക് ആത്മവിശ്വാസം ഉണ്ടോ? ദാറ്റ് യു വിൽ സക്സീഡ് ഇൻ ദിസ് ബിസിനസ്, ഈ ബിസിനസ്സിൽ വിജയിക്കുമെന്ന് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടോ? ആർ യു കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ സക്സീഡ് ഇൻ ദിസ് ബിസിനസ്, ഈ ബിസിനസ്സിൽ നീ വിജയിക്കുമെന്ന് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ്, ലിസൺ ഹിയർ. ഈസ് ദർ എനി പ്രോബ്ലം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈസ് ദർ എനി പ്രോബ്ലം ഇഫ് ഐ ഗോ ദർ, ഞാൻ അവിടെ പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ഒരു സെൻറ്റൻസ് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞു നോക്കാം. ഈസ് ദർ എനി പ്രോബ്ലം ഇഫ് ഐ ഗെറ്റ് ലേറ്റ്, ഞാൻ ലേറ്റ് ആകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസ് ദർ എനി പ്രോബ്ലം ഇഫ് ഐ ഗെറ്റ് ലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, നമുക്കൊരു വസ്തു നിൻ്റെതാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഈസ് ദിസ് യുവർ പെൻ, നിൻ്റെ പേനയാണോ? ഈസ് ദിസ് യുവർ പെൻ. നെക്സ്റ്റ്, ഹൂസ് പെൻ ഈസ് ദിസ്, ഇത് ആരുടെ പേനയാണ്? ഹൂസ് പെൻ ഈസ് ദിസ്, ഇത് ആരുടെ പേനയാണ്? നെക്സ്റ്റ്, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദെയർ.
ആ ഒരു സ്ഥലത്തെത്താൻ എത്ര സമയമെടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദെയർ? അവിടെ എത്താൻ എത്ര സമയമെടുക്കും? ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഫാർ ഈസ് ദാറ്റ് പ്ലേസ്? ഹൗ ഫാർ ഈസ് ദാറ്റ് പ്ലേസ്? ആ ഒരു സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ, എത്ര ദൂരം? ഓക്കെ, നെക്സ്റ്റ്, ഈസ് ഇറ്റ് ടു ഫാർ? ഈസ് ഇറ്റ് ടു ഫാർ, അത് ഒരുപാട് ദൂരെയാണോ? ഈസ് ഇറ്റ് ടു ഫാർ, അത് ഒരുപാട് ദൂരെയാണോ? നെക്സ്റ്റ്, ഷുഡ് ഐ വെയിറ്റ് ഫോർ യു? ഷുഡ് ഐ വെയിറ്റ് ഫോർ യു, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യണോ? ഷുഡ് ഐ വെയിറ്റ്, ഞാൻ വെയിറ്റ് ചെയ്യണോ? ഫോർ യു, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണോ? ഓക്കെ,